വീട് നിങ്ങളെ രോഗിയാക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? എല്ലാവർക്കും സെൽബിൻ സേസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വായു സഞ്ചാരത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ വെന്റിലേഷനെ പറ്റി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓക്സിജൻ എന്നുള്ളത്. പക്ഷെ പല വീടുകളിലും നാം ശ്വസിക്കുന്നത് പുറത്തുള്ള വായുവല്ല, അതിന് പകരം വീടിന്റെ അകത്തുള്ള മലിനമായ വായുവാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുള്ള പുക, അതിന്റെ വാസന, വീട്ടിനകത്തുള്ള ഈർപ്പം, ഫംഗസ്, നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് വമിക്കുന്ന കെമിക്കൽസ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ മലിനമായ നമ്മുടെ വീടിനകത്തുള്ള വായു. ഈ വായു നിരന്തരമായി ആ വീട്ടിനുള്ളിൽ താമസിക്കുന്ന ഒരാൾ ശ്വസിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മാനസികമായും ശാരീരികമായുള്ള പല അസുഖങ്ങൾക്കും കീഴ്പ്പെടേണ്ടി വരും. പല മാറാ രോഗങ്ങൾക്കുമുള്ള കാരണം നാം താമസിക്കുന്ന വീട് തന്നെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ പലർക്കും അതൊരു ഓടായി തോന്നാം. ഒരു വീട്ടിലെ വായു, വെളിച്ചം, താപനില, ഈർപ്പം, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഇൻഡോർ എൻവിറോൺമെന്റൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ മേൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒന്ന് കൃത്യമായി വന്നിട്ടില്ലെങ്കിൽ ആ വീട് നമ്മളെ സംരക്ഷിക്കുന്നതിന് പകരം നമ്മളെ രോഗിയാക്കി മാറ്റുന്ന ഒരു ഇടമായി മാറുന്നതാണ്. തലവേദന, ശ്വാസം മുട്ട്, വിട്ടുമാറാത്ത അലർജി, ഡിപ്രഷൻ, ഇറിറ്റേഷൻ, ഉറക്കക്കുറവ്, ഇതുപോലുള്ള പലതായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള അസുഖത്തിന് നാം കീഴ്പ്പെട്ടു. അതിന് കാരണം വളരെ സിമ്പിളാണ്. കാരണം നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന ഓക്സിജന്റെ ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മെന്റലി ഫാറ്റിക് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ നമ്മളുടെ ശരീരത്തിൽ എത്താൻ വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ക്രോസ് വെന്റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീടുമായി, നിങ്ങളുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുക. നമ്മുടെ വീട്ടിൽ ഏറ്റവും അനിവാര്യമുള്ള ഒരു സംഗതിയാണ് ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ബെഡ്റൂം എടുക്കുക. ആ ബെഡ്റൂമിൽ 2 വിൻഡോ നിർബന്ധമാണ്. കാരണം ഒരു വിൻഡോയിൽ കൂടെ കയറുന്ന വായു, അതായത് പുറത്തുള്ള നല്ല വായു ആ വീടിന്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അകത്തുള്ള മലിനവായുവിനെ എടുത്ത് അതേ ഡയറക്ഷനിലൂടെ പുറത്തു പോകില്ല. നേരെ മറിച്ച് അതിന് നേരെ ഓപ്പോസിറ്റുള്ള വിൻഡോയിലൂടെ ആ പുറത്തു നിന്ന് വരുന്ന നല്ല വായു അകത്തുള്ള മലിനമായ വായുവിനും എടുത്ത് പുറത്തോട്ട് പോകും. ആ പ്രക്രിയ നടക്കുമ്പോൾ നമ്മുടെ വീടിനകത്തുള്ള ഇൻഡോർ എൻവിറോൺമെന്റൽ ക്വാളിറ്റി വളരെ നല്ല ഗുണനിലവാരമുള്ളതായി മാറും. നല്ല വായു ഉണ്ടെങ്കിൽ അവിടെ നല്ല ആരോഗ്യവുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീടെപ്പോഴും നല്ല വായു നിറഞ്ഞിട്ടുള്ളൊരു ഇടമായി മാറട്ടെ. അടുത്ത എപ്പിസോഡിൽ സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കും നന്ദി. ആർക്കിടെക്ചർ സംബന്ധമായിട്ടുള്ള വല്ല സംശയവും നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക.